ഹായ് കൂട്ടുകാരെ, ചപ്പാത്തിക്കും പൂരിക്കും ഒറ്റ കുഴയാണ്. രണ്ടിനും കൂടി ഒരു കുഴ കുഴച്ച് രണ്ടും ഉണ്ടാക്കാനായിട്ട് സെപ്പറേറ്റ് അത് മുറിച്ച് ഒരു ഭാഗം ചപ്പാത്തിക്കും മറ്റൊരു ഭാഗം പൂരിക്കുമായിട്ട് മാറ്റി വെച്ച്, അതിനുശേഷം ഒരു ഭാഗം എടുത്ത് പൂരിയുടെ അളവിൽ ഞാൻ സാധാരണ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് പൂരി ഉണ്ടാക്കാനായിട്ടും ചപ്പാത്തി ഉണ്ടാക്കാനും ഇങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ആദ്യം പൂരിക്ക് വേണ്ടിയാണ് പരത്തിയത്. അങ്ങനെ പൂരിക്കായി പരത്തി പൂരിക്കായിട്ട് പരത്തിയത് ആവശ്യത്തിനുള്ള പൂരി പരത്തി ഉണ്ടാക്കി. എണ്ണ ചൂടായിട്ടുണ്ട്. പൂരി അങ്ങനെ ഇട്ട് നോക്കിക്കോ കൂട്ടുകാരെ, നല്ല സോഫ്റ്റായിട്ടുള്ള പൂരിയാണ്. ആ പൂരി പൊങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഉണ്ടാ, നല്ല സോഫ്റ്റായിട്ടുള്ള പൂരിയാണ്. ഇത് എങ്ങനെയാണ് കുഴച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഉണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള പൂരിയാണ്. രണ്ടിനും ഒറ്റ കുഴയാണ്. മാവ് കുഴക്കാൻ നേരത്ത് ലേശം പഞ്ചസാര, ഉപ്പ്, ഒരു പഴം ഇട്ട്, ഒരു പാളയംകുടം പഴം, വേറെ ഒന്നും ഇട്ടിട്ടില്ല. പച്ചവെള്ളത്തിലാണ് കുഴച്ചത്. കാരണം പൂരിക്കൂടി എടുക്കുന്നതുകൊണ്ട് ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴച്ചത്. കണ്ട, ഇട്ട ഉടനെ പപ്പടം പൊങ്ങി വരും പോലെ പൊങ്ങി വരുന്ന ഉണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള പൂരി ആണ്. കുറച്ച് നേരം വെക്കും ഞാൻ, മാവ് ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടി. അല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല. കുഴക്കാൻ നേരത്ത് അത്ര മാത്രമേ ചെയ്യുള്ളൂ. ഒരല്പം ഓയിലും ചേർക്കും. നല്ല ആവശ്യത്തിനുള്ള നല്ല വീട്ടിൽ നല്ല പൂരി ഞാൻ ഉണ്ടാക്കി. ബാക്കി ഇരുന്ന മാവെടുത്ത് അതിന് ചപ്പാത്തിയുടെ അളവിന്, സാധാരണ ഞാൻ നേരത്തെയും പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ അതും കട്ട് ചെയ്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പൊടിയിട്ട് റെഡിയാക്കി വെച്ചിട്ട് അത് ചപ്പാത്തിക്കായിട്ട് പരത്തി. ഉണ്ടോ, ഇത് ഇപ്പോൾ രണ്ട് വിരുന്നുകാരുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂടുതൽ ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കിയത് രാവിലെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് രണ്ട് പ്രാവശ്യമായിട്ട് കൊടുക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ ഒറ്റ കുഴയിൽ ഒതുക്കുകയും ചെയ്തത്. സാധാരണ ഞാൻ ചിലപ്പോഴൊക്കെ ചപ്പാത്തി ചൂടുവെള്ളത്തിൽ കുഴച്ച് അങ്ങനെ എല്ലാവരും ചെയ്യും പോലെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. തൈരൊക്കെ അങ്ങനെ പല എന്തെങ്കിലും ചെയ്യും. പക്ഷേ ഇന്ന് എനിക്ക് സമയമില്ലാത്ത കാരണമാണ് ഒറ്റ കുഴയിൽ. എന്തെങ്കിലും വ്യത്യാസമൊന്നും വന്നില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയും സോഫ്റ്റായിട്ടുള്ള പൂരിയും ഉണ്ടായത്. നോക്കിക്കോ, ചപ്പാത്തി കല്ലിലിട്ടിട്ടുണ്ട്. ഉണ്ടോ, ചപ്പാത്തി കല്ലിലിട്ടപ്പോൾ തന്നെ അതും ചുളച്ച് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, നല്ല പപ്പടം പൊങ്ങുകയും പൂരി അങ്ങനെ എണ്ണയിലിട്ടപ്പോൾ പൊങ്ങിയത് എങ്ങനെയാണോ അതേപോലെ കല്ലിലിട്ട ചപ്പാത്തിയും അതേപോലെ തന്നെ പൊങ്ങി വരുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള നല്ല ചപ്പാത്തിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കിഴങ്ങ് കറിയും കുറച്ച് ചിക്കൻ കറിയാണ്. പക്ഷേ അത് ഇപ്പോൾ സമയമില്ലാത്ത കാരണം ഇതിലൊതുക്കിയാണ്. ഉണ്ടോ, നല്ല പപ്പടം പൊങ്ങി വരും പോലെ പൊങ്ങി വന്നു. നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കൂട്ടുകാർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നത് അറിയാം. എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചിലവർ ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ മാത്രമേ കുഴക്കാറുള്ളൂ, പച്ചവെള്ളത്തിൽ കുഴക്കാറില്ല. പക്ഷേ ഞാനിന്ന് പച്ചവെള്ളത്തിലാണ് കുഴച്ചത്. പക്ഷേ എങ്കിലും പച്ചവെള്ളത്തിൽ കുഴച്ചെന്നും പറഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, കണ്ട പപ്പടം പൊങ്ങി വരുമ്പോൾ തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ് കിട്ടിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഞാൻ ആവശ്യത്തിനുള്ള ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കി വെച്ച്. ഓക്കെ, ബൈ.